കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ വീശി ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധനയും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ യേശുവേ സ്തുതി. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Praise the Lord. Praise the Lord. ഇരിക്കുക. രണ്ട് തരത്തിലാണ് കൃപ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴുള്ള സിറ്റുവേഷൻസാണ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. പരീക്ഷ ടെൻഷനാകാം, റിസൾട്ട് വരാൻ പോകുന്ന ടെൻഷനാകാം, അല്ലെങ്കിൽ ബാങ്കുകാരൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള വിരട്ടലിനുകൊണ്ട് ടെൻഷനാകാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് ഇട്ടതിൻ്റെ ടെൻഷനാകാം. എല്ലാ ടെൻഷൻ. ഈ ടെൻഷൻ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാം. ഒന്ന്, ഇതിനെ നമുക്ക് അവേർഷനോടുകൂടി ഇതിനെ സമീപിക്കാം. ഇതിനെ ഒരു എടുത്തു മാറ്റപ്പെടേണ്ട നമുക്ക് വെറുക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എടുക്കാം. പക്ഷെ അത് അപ്പോൾ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. ചിലപ്പോൾ അത് ദൈവം എടുത്ത് മാറ്റുമ്പോൾ അത് ബ്ലെസ്സിങ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ദൈവാംശമായിട്ട് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിനക്കതിൻ്റെ അഭിഷേകമാണ് ലഭിക്കണമെങ്കിൽ അത് ദൈവാംശമായി നിലനിൽക്കും. ദൈവത്തിന് എപ്പോഴും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിഷേകം വന്നായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ധൈര്യമല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം രജിത എലിസബത്ത് വർഗീസിൻ്റെ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ മണർകാട് പള്ളിയിലെ ഒരു യാക്കോബ സഹോദരിയാണ്. അവരുടെ സാക്ഷ്യം എന്നല്ലേ, അവരുടെ സാക്ഷ്യം അവരുടെ മകളുടെ ഇവർ നാട്ടിലില്ല. അപ്പം മകളാണ് നാട്ടിലുള്ളത്. അവളുടെ വിദ്യാഭ്യാസം അത്രയ്ക്ക് ശരിയാകണില്ല. അപ്പോൾ അമ്മ ഒരു കൊല്ലം മുമ്പ് അവർക്ക് 46 വയസ്സുണ്ടായിരുന്ന കാലത്ത്, കഴിഞ്ഞ കൊല്ലം, ഇപ്പോൾ അവർക്ക് 47 വയസ്സായി. 46 വയസ്സുണ്ടായിരുന്ന കാലത്ത് അവർ 18 വർഷത്തോളവും ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് 18 വർഷത്തോളം വീട്ടിൽ തന്നെ താമസിച്ച്. വെച്ചാൽ അവരൊരിടത്തും വിടത്തില്ലായിരുന്നു, അവർക്കൊരിടത്തും പോകാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ പ്രൊഫഷൻ അങ്ങ് കുലച്ച് മുരണ്ടുപോയി. വല്ലാത്തൊരവസ്ഥയാണ്. 18 വർഷം എന്നൊക്കെ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഡെഡ് ബോഡി പോലെ പോകും. അമ്മ ഇതെന്നിട്ട് അതിൽ അവസാനമാണ് ഇവൾ ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അപ്പോൾ ഒരു കണക്കിന് ജപമാല ഒന്നും ചെല്ലാത്ത വീടല്ലേ. ആ വീട്ടുകാരെ കെട്ടിച്ച വീട്ടുകാരും അങ്ങനെ ഇതുപോലെയുള്ള ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ദൈവമായിട്ട് ഉള്ള ആൾക്കാരല്ല. അവൾ സാക്ഷ്യത്തെ പറഞ്ഞാണ്, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. അവളുടെ പഴയ സാക്ഷ്യങ്ങളിലുണ്ട്. എലിസബത്തിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഒരു കൊല്ലം മുമ്പൊരു സാക്ഷ്യം അവൾ പറഞ്ഞ് അവസാനിപ്പിക്കണ ഇതാണ്, ഞാൻ വീണ്ടും വരും അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാനെന്നും പറഞ്ഞാണ്. അവരൊക്കെ അതിങ്ങനെ അഭിഷേകം കിട്ടിയ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണത്. അഭിഷേകം കിട്ടിയ ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവളുടെ ശരീരത്തിൽ തന്നെ ഇപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്യണത്. അവളുടെ കാലിൽ വല്ലാത്തൊരു തടിപ്പും ഒരു മുഴയും ഒക്കെയാണ്. തടിപ്പ്, അത് പിന്നെ കളർ മാറി നമ്മൾ ക്യാൻസറിൻ്റെ ഒക്കെ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പഴുപ്പണെ പുറത്ത് വന്നുമില്ല, വേദന മാറണമില്ല, കാലിൽ നിന്ന് പാട് മാറുന്നുമില്ല, അതെല്ലാം കല്ല് പോലെ കിടക്കി. അപ്പോൾ ഇവിടെ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ അവൾ തീരുമാനിച്ചതാണ്, മാതാവ് ഇത് സുഖപ്പെടുത്തും, പക്ഷേ അതിനു മുമ്പ് ഞാനിത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കണ്ടേ. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ അനുഗ്രഹവും അഭിഷേകവും തമ്മിൽ അനുഭവതലത്തിൽ ഭയങ്കര വേരിയേഷൻസാണ്. അഭിഷേകം കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ഐഡിയ നേരത്തെ വരും. അങ്ങനെയാണ് ഉത്കണ്ഠ പോകണത്. വെറുതെ ഉത്കണ്ഠ പോകത്തില്ല, വെറുതെ നിരാശ പോകത്തില്ല.
അത് ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മാവ് നമുക്ക് നേരത്തെ ഒരു ഇൻറ്റിമേഷൻ തരും. അപ്പോൾ ഇൻറ്റിമേഷൻ മാതാവ് എടുത്ത് മാറ്റാനും പോകുന്നു എന്ന് അവൾക്ക് ഇൻറ്റിമേഷൻ കിട്ടി. അപ്പോൾ അത് ആദ്യം ചെയ്ത നടപടി എന്താണ്? അമ്മ എടുത്ത് മാറ്റിയെന്ന് എനിക്ക് നാട്ടുകാരോട് പറയണ്ടേ? അതിനുവേണ്ടി മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കും. മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നെടുമ്പാശ്ശേരി നിന്ന് അമ്മേനെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങും ആളിറങ്ങിയിട്ട് ട്രോളി ബാഗും പിടിച്ചിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ശുശ്രൂഷ അത് അങ്ങനെ ഷെഡ്യൂൾഡ് ശുശ്രൂഷ നടക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ചിലർ പറയില്ല അച്ഛനെ കാണണം എന്നൊക്കെ പറയലേ. അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നത് അഭിഷേക ലെവലിലുള്ള ആൾക്കാരല്ല, അനുഗ്രഹ ലെവലിലുള്ള ആൾക്കാരാണ്. അഭിഷേക ലെവലിലുള്ള ആൾക്കാർ അമ്മയെ കാണത്തുള്ളൂ. അവരതാണ് അത് വ്യത്യാസമുണ്ട് ശരിക്കും. അപ്പോഴേ അവർ വന്നിച്ചും പറഞ്ഞ് അമ്മേ കാല് കാണിച്ചിട്ട് പോയി, വേറെ പ്രശ്നമൊന്നുമില്ല, കാല് കാണിച്ചിട്ട് പോയി. ഒരു കൊല്ലത്തെ അനുഗ്രഹത്തിന് നന്ദിയും പറഞ്ഞ് കാല് കാണിച്ചിട്ട് പിന്നെ ട്രോളി ബാഗ് എടുത്ത് കാറെ കയറി ആൾ വീട്ടിൽ പോയി. മകളോട് പറഞ്ഞ് അമ്മയെ ഞാൻ കാല് കാണിച്ചിട്ടുണ്ട്, ഇനി ചികിത്സ വേണോ വേണ്ടോയെന്ന് അമ്മയാണ് നിശ്ചയിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാല് നോക്കിയപ്പോൾ ഈ സംഭവമില്ല അവിടെ. അപ്പോൾ ഇതിനാണ് ഈ അഭിഷേകം. ഞാൻ അഭിഷേകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അഭിഷേകം എന്ന് വെച്ചാൽ ഇതൊരു ബന്ധമാണ്. ആദ്യം ഒരു പേഴ്സണൽ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള സാന്നിധ്യ സംവേദനങ്ങൾക്കാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. സാന്നിധ്യം മാത്രമല്ല, ഈ ആന്തരിക സാന്നിധ്യത്തിൽ നിന്ന് സംവേദിപ്പിച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംവേദിക്കണമെങ്കിൽ പേഴ്സണൽ റിലേഷൻസ് വേണം. ആ റിലേഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ റിലേഷൻ ലെവൽ ഭയങ്കര വേറെ ഒരു ലെവലാണ്. കാര്യം അവളെ തീർന്ന് കരിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അമ്മ ഒന്നേം തുടങ്ങി എല്ലാം റീസെറ്റ് ചെയ്തുകൊണ്ട് അമ്മ ആരാണെന്ന് അവൾക്ക് നല്ല ശരിക്കറിയാം. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ മകൾ അവളോട് ഒമാനിൽ വെച്ച് പറയും അമ്മ ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന് പറയും. അപ്പം ഇവളുടെ പഠിത്തത്തിന് അത്രയ്ക്ക് മെച്ചമല്ല, ഇപ്പോഴേ ഇവളുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ താനും. അപ്പം മകളുടെ 10ാം ക്ലാസ്സിൽ ഹോൾ ടിക്കറ്റാണ്. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഇവൾ മകളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നീ അത് എന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ലെന്ന് പറയും. അതാണ് ആ ഡയലോഗിൻ്റെ വെട്ടിമുറിച്ചുള്ള പോക്ക് കണ്ടില്ലേ. നീ അത് എന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ല, നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്ന ഒരാളുണ്ട്, അയാളാണ് നിൻ്റെ അമ്മ, അവരെ കാണിക്കാൻ പറയും. ഇതാണ് റിലേഷൻസിൻ്റെ പോക്ക്. ഇതിനാണ് അഭിഷേക നിലവാരം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വ്യക്തിപരമായ അമ്മ ബന്ധത്തിന്റെ അഭിഷേക തലത്തിലേക്ക് ഞങ്ങളെ നീ സ്വകാര്യമായി ഉയർത്തണമേ. ശ്രുതികട പാലിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ നമ്മുടെ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പാട് സന്തോഷത്തോടെ ഈ ഒരു യാത്രയിൽ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പാടുക. നാഥാ നീ നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്. ചെറുതല്ലേ നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. നമുക്കിത് ചുണ്ട് കൊണ്ടും പാടാൻ, ചങ്ക് കൊണ്ടും പാടാം.
ദൈവത്തെ നീ സ്നേഹത്തോടെ അനുഭവിച്ച് കഴിയുമ്പോൾ നിൻ്റെ ചങ്കിങ്ങനെ പഠിക്കൊണ്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ അറിയാതെ പാടും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറും. മനസ്സിലായില്ലേ? ഇന്നലത്തെ ബൈബിളെന്ന് പറയണതേ ഒരിക്കലും എനിക്ക് ജീവിക്കാനും തോന്നുന്നില്ല, മരിക്കാനും തോന്നാത്തൊരവസ്ഥയാണ്. കാര്യം ജീവിക്കാൻ തോന്നാത്തതെന്ന് കഴിഞ്ഞാൽ ഇതിൽ ജീവിക്കണ ദൈവത്തിൻ്റെ അടുത്ത് പോകുകയാണായിരിക്കും എപ്പോഴും അഭിഷിക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം. പക്ഷെ മരിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം, മധുരമായ വചനം ഇനിയും അറിയാത്തവരെ അറിയിക്കുന്നതായിരിക്കും ഒരു അഭിഷിക്തൻ്റെ സന്തോഷം എന്ന് പറയണത്. അത്രയ്ക്ക് സൂപ്പറാണ്. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളോട്, ഈ അഭിഷേകം കിട്ടിയാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറുമെന്ന്. സത്യം പറഞ്ഞാൽ ബൈബിള് മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ, കുരിശില്ല കൃപ മാത്രമാണെന്ന്. ഒരു കുരിശിന് നിനക്ക് കൃപയായിട്ട് എപ്പോഴാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പം നീ ക്രിസ്ത്യാനിയായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 45 തിരുവചനം 5. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? എന്താണ് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ സബ്ജക്റ്റ്. ഇപ്പോൾ ആത്മാവല്ലേ ഈ വചനം തന്നത്. ആത്മാവ് എന്താ പറഞ്ഞത് കഴിഞ്ഞാൽ ഇന്നലത്തെ കുരിശാണ് ഇന്നത്തെ കൃപ. അത് ഞാൻ പറയണതാണ്. ഇന്നലത്തെ കുരിശാണ്. ഇന്നലെ എന്ത് സംഭവിച്ചോ അത് ഇന്നലെയും ഇന്നും ഒക്കെ നമുക്ക് ചിലപ്പോൾ ദുഃഖകരമായ കാര്യമാകാം. പക്ഷേ ഒരു സ്വർഗാനുഭവത്തിൻ്റെ നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറയണത്, അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കും. എപ്പോഴാണ് കണ്ണുനീര് ഒപ്പിയെടുക്കപ്പെടുന്നത്? കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മൾക്കത് അനുഭവമായി തീരുമ്പോഴാണ് നമ്മുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്നത്. അപ്പം കൃപയുടെ അനുഭവവും സ്വർഗാനുഭവവും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും സ്തുതിക്കട്ടെ. കർത്താവേ, ജോലിയില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കൾ തെറ്റായ പ്രണയ ബന്ധത്തിൽ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് കാലത്ത് കർത്താവ് വാടക കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ കടകൾ പൂട്ടിപ്പോയവരെ, കടകൾ വിട്ടു കൊടുക്കേണ്ടി വന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു തൊഴിലും പരതൊഴിലും ഇല്ലാതെ അലഞ്ഞു നടക്കുന്നവരും വീട്ടിൽ ഇരിപ്പായവരെയും എന്തിന് പോകണമെന്ന് ഓർത്തോണ്ട് കർത്താവെ ഡിപ്രഷൻ ബാധിച്ച് വിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മനോരോഗികളെ, മാനസിക അസ്വസ്ഥതകളുള്ളവരെ, ഉറക്കമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ച ഉള്ളവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, വിദൂരങ്ങളുള്ള മക്കള്, ജയിലിലായവര്, നാട്ടിൽ ജയിലായിട്ടുള്ള മക്കള്, കേസ് വന്നിട്ടുള്ളവരെ, തർക്കപുരയിടങ്ങൾ ഭാഗുടപ്പടി നടക്കാത്തവര്,
കർത്താവ് പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി തോക്കുന്നവര്, സപ്ലൈ ഉള്ളവരെ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, റെക്കോർഡ് കൊടുക്കാത്തവരെ കർത്താവ്, ഓരോ രാജ്യങ്ങളിലെ പഠനം യുദ്ധം കാലം പഠനം നിർത്തി പോകുന്നവരെ, അവർക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ വിഷമിക്കുന്നവരെ, അതിന് പണമില്ലാത്തവരെ, കപ്പാ പിതാവേ അങ്ങേപ്പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ, വഴികൾ തുറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സദയം തുണേ സുഖമായി എന്നെ അരികെ വരണേ, സദയം തുണേ സുഖമായി എന്നെ. മക്കളെ മൗനമായി പ്രാർത്ഥിച്ച് വളരെ തീക്ഷ്ണമായി, ഏറ്റവും നല്ല സമയമാണിത്. എന്തെങ്കിലും വിഷയം അച്ഛൻ നിങ്ങളുടേത് റെഫർ ചെയ്യാതെ പോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അമ്മ ജീവനോടെ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അച്ഛന് പിന്നീട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവെ, സ്വകാര്യമായി മക്കൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ, ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനിലായിരിക്കുന്നവരും ഇപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച കാര്യങ്ങൾ അങ്ങയുടെ തിരുസന്നിധി പരിശുദ്ധ അമ്മ വഴി ഏൽപ്പിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ കൈകൾ നീട്ടണമേ. അപ്പോൾ ആ മക്കൾ ഇപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിൻ്റെ മേലും കൈകൾ നീട്ടണമേ. തർക്കപ്പുരയിടങ്ങളും കേസുകളുടെ മേലും കൈ നീട്ടണമേ. മക്കളില്ലാത്ത അവസ്ഥ നമ്മൾ കൈ നീട്ടണമേ. വെറുപ്പിലും വൈരാഗ്യങ്ങളിലും ഭീഷണികളുടെ സങ്കടങ്ങളിരിക്കുന്നവരെ കർത്താവെ അപ്പാ വിടുവിക്കണമേ. ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കർത്താവെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാം ആശ്രയം, ഏജൻറ്റിൻ്റെ കയ്യിൽ പണം കുടുങ്ങിപ്പോയവരെ, യൂണിവേഴ്സിറ്റിയിൽ പണം കുടുങ്ങിപ്പോയവരെ അപ്പാ ഇപ്പോഴ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സദയം തുടരണേ സുഖമായി. നമ്മൾ സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
നീക്കാറും